ഹായ് ഹലോ എല്ലാവർക്കും അന്നൂസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ യോഗ ക്ലാസ്സിൽ നിന്ന് ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ പോണത് കോട്ടയം ജില്ലയിലുള്ള മാംഗോ മെഡോസ് എന്ന് പറഞ്ഞ അഗ്രികൾച്ചറൽ തീം പാർക്കിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ ചെന്ന് ഒരു ആലില പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഐ ലവ് മാംഗോ മെഡോസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് വശത്തായിട്ട്. പിന്നെ അവിടുത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവിടെ എല്ലാത്തരം ആക്ടിവിറ്റീസും ഉണ്ട്. സൈക്ലിങ്, എയറോബോ വിടല്, അതുപോലെ സൈക്ലിംഗ് എന്ന് വെച്ചാൽ വലിയവർക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ. അതുപോലെ ബലൂൺ ഗണ്ണുകൊണ്ട് അടിച്ചു പൊട്ടിക്കല്, അതുപോലെ ബോട്ടിങ്, സാദാ വഞ്ചി, കൊട്ടവഞ്ചി, എല്ലാതും ഇനി എന്താ പറയുക, എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ വെള്ളം തേവണത്, അതുപോലെ പോട്ട് മേക്കിങ്, അങ്ങനെയുള്ള എല്ലാ റൈഡുകളും കാര്യങ്ങളും എല്ലാതും ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ ആദ്യം ചെന്നപ്പോൾ തന്നെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 350 രൂപയാണ് ഇവിടേക്ക് കടക്കാനായിട്ടുള്ള ടിക്കറ്റ് റേറ്റ്. പിന്നെ റൈഡുകളൊക്കെ കുറേയൊക്കെ ഫ്രീ ആണ്. പൈസ അടച്ചിട്ട് ചെയ്യണത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പൂളിലാണെങ്കിലും നമുക്ക് റേറ്റ് കൊടുത്തിട്ടല്ലാത്തതും ഉള്ളതും ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല ക്ലീനാണ്. പിന്നെ നമുക്ക് അവിടെ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വാഹന സൗകര്യങ്ങളുണ്ട്. ഇലക്ട്രിക് ട്രെയിൻ ഉണ്ട്. അതുപോലെ തുറന്ന ഓട്ടോറിക്ഷകൾ, ഒരു 3-4 ഓട്ടോറിക്ഷകളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും. അതിനുശേഷം നമുക്കൊരു ഗൈഡിനെയും തരും. ഞങ്ങൾക്ക് കിട്ടിയ ഗൈഡാണത്, രതി എന്നാണ് പേര്. അപ്പം ഞങ്ങളങ്ങനെ ആ ഭാഗം മുഴുവൻ നടന്ന് കണ്ടു. 4800-ലധികം മരങ്ങളും ചെടികളും ഒക്കെ ഇവിടെ ഉണ്ട്. 30 ഏക്കറിലായിട്ടാണ് ഇത് വ്യാപിച്ച് കിടക്കണത് കേട്ടോ. അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല പ്രതിമകൾ, അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പോസ് ചെയ്യാനൊക്കെ നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ ഈ ചെടികളും മരങ്ങളും കണ്ടു. അതൊക്കെ കാണുകയാണെങ്കിൽ വീഡിയോയിൽ തന്നെ അത്രയും അധികം ഉണ്ട്. അതൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇടാനായിട്ട് കുറേ ലെങ്ത് വേണ്ടി വരും. അത് കാരണം അതൊന്നും ഞാൻ ഇടുന്നില്ല. ഇത് കേരളത്തിൻ്റെ ഷേപ്പിൽ കേരങ്ങൾ, നമ്മുടെ തെങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഗുഹ. ഇത് മീനൂട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ മീനിന് ഫുഡ് ഇട്ട് കൊടുക്കണത് നല്ലതാന്നൊക്കെയാണ് പറയണത്. നമ്മുടെ നടപ്പാത, ഇതിൽ നടപ്പാത ₹1 കോയിൻ്റെ ഷീറ്റാണ് കേട്ടോ. ₹1 കോയിൻ എടുത്തിട്ടുള്ള ഷീറ്റിൽ കൂടെയാണ് നടക്കണത്. പിന്നെ ഇവിടെ കോട്ടേജുകൾ, സ്റ്റേ ചെയ്യണവർക്ക് നിൽക്കാനുള്ള കോട്ടേജുകൾക്കൊക്കെ ഓരോ പേര്, ഫ്രൂട്ട്സിൻ്റെ പേരാണ് ഓരോ കോട്ടേജിനും. പിന്നെ അതുപോലെ പിന്നെ കാണേണ്ടത് ഈ മരം കണ്ട, ഇത് വാലന്റൈൻ ഗാർഡൻ എന്നാണ് പറയണത്. ഒരു കുട്ടിയുടെ ചിത്രം അടിയിലുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇന്റിമസി കാണിക്കാൻ വേണ്ടി ചെയ്തിരിക്കണ ഒരു പ്രതിമേനെ സെറ്റ് ചെയ്തേക്കട്ടെ. അങ്ങനെയാണ്. ഇത് വൃക്ഷകന്യകയാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെ ഫ്ലൂട്ട് വായിക്കണതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പോട്ട് മേക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോട്ട് മേക്കിങ്ങിന് ചാർജ് ഉണ്ട് കേട്ടോ. ₹100 ചാർജ് ഉണ്ട് പോട്ട് മേക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഈ പോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നു വിടും കേട്ടോ. അപ്പം അതിനായിട്ടിരുന്നു. അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി അതൊക്കെ. അതുപോലെ തന്നെ കോഴി, എല്ലാ പക്ഷിമൃഗാദികളും എല്ലാത്തിനെയും കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ഒരു പ്രതിമയാണ്. വെച്ചൂർ പശുക്കളുടെ അതുപോലെ എമു, അങ്ങനെ വേണ്ട എല്ലാ ഇതുകളും അവിടെ ഉണ്ട്. അതുപോലെ കുട്ടികൾക്കുള്ള സൈക്കിള്, അതൊക്കെ ഫ്രീ ആയിട്ടാണ് കേട്ടോ. സൈക്കിള്, അതുപോലെ 4 ചക്ര വണ്ടി, എല്ലാതും അങ്ങനെയുള്ള എല്ലാ ഇതുണ്ട്. അതുപോലെ ഏറ്റവും വലിയൊരു ബൈബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എഴുതിയിട്ട്. പിന്നെ അവിടുത്തെ എടുത്തു പറയേണ്ടത് ഫിഷ് മ്യൂസിയം അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അവിടെ നല്ല വലിയ ഫിഷുകളും കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ വേറൊരു കാര്യം, പരശുരാമൻ മഴുവെറിയണ ഒരു സ്റ്റാച്ചു വലിയതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ വഞ്ചിയിൽ തുഴഞ്ഞൊക്കെ പോയി. അതൊക്കെ അടിപൊളിയായിരുന്നു. വെയിലായിരുന്നു, എന്നാലും നല്ല സൂപ്പറായിരുന്നു. പിന്നെ അമ്പ് ചെയ്യണത്, അതൊക്കെ ആദ്യമായിട്ട് എനിക്ക് ഉള്ള അനുഭവമാണ്. അതൊക്കെ നല്ല രീതിയിലെടുത്ത്. അതുപോലെ തന്നെ വെള്ളം തേവാന്നാ പറയാൻ തോന്നുന്നു, അങ്ങനത്തെ സംഭവം. അതുപോലെ ഒരു ചായക്കട, പണ്ട് കാലത്തെ ചായക്കടനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചായക്കട, പണ്ടത്തെ
1968-70 കാലഘട്ടങ്ങളിലാട്ടാ. അങ്ങനത്തെ ഒരു ചായക്കട നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ച് കുറച്ച് റീൽസൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു അത്. അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ്. ഇത്രയേ ഉള്ളൂ. പിന്നെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇത് അവിടുത്തെ മാംഗോ മോഡോസിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.